ഹരി ഓം. സംസ്കാരം സംഘടന സേവ SPYSS ഓൺലൈൻ മലയാളം എല്ലാവർക്കും നമ്മുടെ ഭഗവത്ഗീത 120ാമത്തെ ദിവസം. ഇന്ന് നമുക്ക് ഓപ്പൺ ഡിസ്കഷൻ ആണ്. ഓപ്പൺ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 11 വിശ്വരൂപ ദർശനം. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അടുത്ത ആഴ്ച സ്വാമി ഫ്രീ ആണെങ്കിൽ വരൂ അല്ലേ അക്ക? അടുത്ത ആഴ്ച വരുമോന്നറിയില്ല അല്ലേ? അറിയില്ല. ഓക്കെ. ഏതായാലും ഇന്ന് നമുക്ക് നമ്മുടെ സംശയങ്ങളെല്ലാം എഴുതി വെക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം എപ്പോഴാണോ സ്വാമിജി വരുന്നത്, സ്വാമിജിയോട് ഒന്ന് ചോദിച്ചത് നമുക്ക് വേണമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം, ആദ്യം EV നാരായണൻ ഒരു 15 മിനിറ്റ് അണ്ണൻ ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി, എന്ത് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്, ഈ കാര്യങ്ങൾ പറയും. ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ചാപ്റ്ററിനെ പറ്റി സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം EV നാരായണനെ ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി പറഞ്ഞു തരാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അണ്ണ. ഹരിയോം. ഹരിയോം അണ്ണ. ഹരിയോം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിശ്വരൂപദർശനം എന്ന 11ാമത്തെ അധ്യായം ഇപ്പോഴെല്ലാവരും ഇവിടെ വായിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. ഇപ്പോഴിനി ഇത് പലതും വളരെ ഇൻഡെപ്ത് മനസ്സിലാക്കിയിട്ടുള്ള ചിലവരുണ്ടാകാം, ചില കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു സമ്മറി എന്ന തരത്തിൽ മാത്രമാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് പോലെ ഞാൻ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് പറയാം. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ചാപ്റ്ററിൽ പിന്നെ ഭഗവാൻ അർജുനോട് തൻ്റെ വിഭൂതിയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ മേന്മകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കീർത്തിയെ പറ്റിയിട്ട് വളരെ വിശദമായി സംസാരിക്കും. കാരണം അർജുനന് അറിയില്ല. അർജുനനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ വെറും കൃഷ്ണ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ യാദവ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സഖേ എന്ന് വിളിക്കുന്ന ഒരു ബന്ധമാണ് അർജുനനും ശ്രീകൃഷ്ണനും ഉള്ളത്. പക്ഷെ അവിടെ വെച്ചിട്ടാണ് 10ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയാണ്, നീ കാണുന്ന പോലെയുള്ള ഒരാളല്ല ഞാൻ, ഇതാണ് എൻ്റെ കീർത്തികൾ എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് പിന്നെ അർജുനൻ മനസ്സിലാക്കാൻ തക്ക തരത്തിൽ എല്ലാ ഭാവത്തിലും പിന്നെ വിശദീകരണത്തിനും കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നതാണ് എന്നുള്ളത് പറയും. അതിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു വാക്കിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ ചൊല്ലുന്നത് എന്താ പറയുന്നത് പറഞ്ഞാല്, ശ്രീകൃഷ്ണൻ പറയാണ്, അല്ലെ ഭഗവാൻ പറയാണ്, എൻ്റെ സ്വത്വത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ എക്സിസ്റ്റൻസിന്റെ ഒരു തരിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു അല്ലയോ അർജുന എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാതൊരു കോരിത്തരിപ്പുണ്ടാക്കുന്ന ഒരു പ്രവചനം പോലെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സിസ്റ്റൻസിന്റെ വെറും ഒരു തരി മാത്രമേ ഈ പ്രപഞ്ചമാകുന്നുള്ളൂ. അപ്പൊ ഈ തരി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ഈ പ്രപഞ്ചത്തിനും അതീതമായിട്ടുള്ള എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് അത് തരുന്നത്. നമ്മുടെ കണ്ണിനും കാതിനും കേൾക്കാനും കാണാനും പറ്റുന്നതിനൊക്കെ അപൂർവമായിട്ട് ഉള്ള സത്യത്തിനെ പറ്റി വരെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു തരി മാത്രമാണ് ഈ പ്രപഞ്ചം മൊത്തം അർജുനൻ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഒരു തരി മാത്രം, എൻ്റെ സത്വത്തിന്റെ ഒരു തരിയാണ് അത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഇനിയിപ്പോ കാണാൻ പോകും. അപ്പോ ആ കാണാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഒരു റിഹേഴ്സൽ പോലെയാണ് ഈ പിന്നെ വിശ്വരൂപ ദർശനം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ചിട്ടയോട് കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ എഴുതുന്ന പോലെയാണ് ഇത് പിന്നെ ഈ ഭാഗം, അല്ലെങ്കിൽ 11ാമത്തെ അധ്യായം രചിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, പിന്നെ ഒരു ഹൈപ്പോത്തിസിസ്, ഇതുപോലെ ഉള്ള ഒരു ഭാവനയോട് കൂടി പറയാണ്.
ഇതാണ് അതിന്റെ സങ്കല്പം. പിന്നെ അതിന് വേണ്ടുന്നതായിട്ടുള്ള ഫാക്ട്സ്, അതിന് വേണ്ടുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കലി നമ്മൾ എഴുതുന്ന റിപ്പോർട്ട് പോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില ഘടകങ്ങളെ കൊണ്ടുവരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സമ്മറി. അപ്പോ ഇത്രയും മനോഹരമായിട്ട് രചിച്ച ഒരു അധ്യായം ലോകത്തിലെ മതഗ്രന്ഥങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ദാർശനിക സൗന്ദര്യമുള്ള ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു അധ്യായം എന്നാണ് പറയപ്പെടുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോയി നോക്കാം, എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അർജുനന് 10ാമത്തെ അധ്യായം കേട്ടപ്പോൾ കുറെയൊക്കെ അറിയാനുള്ള ആഗ്രഹം കൂടുകയാണ്. കാരണം അർജുനന് ഇതൊക്കെ ഒന്നും അറിയില്ലായിരുന്നു നേരത്തെ, കൃഷ്ണന്റെ ഭഗവാന്റെ മേന്മയെ പറ്റിയിട്ട്. അപ്പോൾ പറയാണ്, അല്ലയോ ഭഗവാനെ, എനിക്കിതെന്റെ കണ്ണിൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അതും നീ സമ്മതിക്കുകയാണെങ്കിൽ, വളരെ ഭവ്യതയോടു കൂടിയാണ് അർജുനൻ പറയുന്നത്, ഞാൻ ഇത് കാണാൻ അർഹനാണെങ്കിൽ എനിക്ക് ഈ വിശ്വരൂപം ഒന്ന് കാണിച്ചു തരുമോ എന്ന് താഴ്മയായി അപേക്ഷിക്കാൻ. അപ്പൊ ഭഗവാൻ അത് തൃപ്തി നൽകുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഭഗവാൻ പറയും, അർജുന, നിനക്ക് കാണാനുള്ള ശക്തിയില്ല, നിനക്ക് എന്റെ വിശ്വരൂപം കാണാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് എന്റെ യോഗമായ കൊണ്ട് ഞാൻ നിനക്കൊരു ദിവ്യ ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ ഒരു കണ്ണ്, ഇതിനൊക്കെ കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവുള്ള ഒരു കണ്ണ് ഞാൻ നിനക്ക് തരാൻ പോവാണ്. ആ ദിവ്യ ചക്ഷുസ് കൊണ്ട് മാത്രമേ നിനക്ക് എന്നെ കാണാനും എന്നെ അനുഭവിക്കാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ അതിന് പ്രാപ്തനല്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ ആ തലവും അർജുനൻ കുടികൊള്ളുന്ന തലവും എല്ലാം വ്യത്യാസം. അങ്ങനെ അർജുനോട് പറയാണ്, ഞാൻ നിനക്ക് ആ ശക്തി തരാം. അപ്പൊ അർജുനൻ ചോദിച്ചുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. അപ്പോഴേ ഈ ഭഗവാന്റെ പ്രസൻസ് അല്ലെങ്കിൽ നിൽപ്പ് ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് എന്നുള്ള ഒരു വാസ്തവം അർജുനൻ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഇപ്പോഴും വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യക്ഷത്തിൽ അതിനെ പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിശ്വരൂപം ഭഗവാൻ പുറത്തെടുക്കുന്നു. ആ വിശ്വരൂപം കണ്ട് അർജുനൻ ആകെ അന്താളിച്ചു പോകുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ പറയുന്നത്, നമ്മൾ പ്രപഞ്ചത്തിനെ പറ്റി പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അനന്തം അജ്ഞാതം അവർണ്ണനീയം. കാരണം നമുക്കിതൊന്നും കണ്ണുകൊണ്ട് കണ്ടതല്ല, ഇത് പലതും കേട്ടതും അനുഭവിച്ചും അല്ലാത്തതും എല്ലാം കൂടെ ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇത് അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ അർജുനന് ഇത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ ഒരു വളരെ കരാളമായ ഒരു രൂപമാണ് കാണുന്നത്. അതെന്തുകൊണ്ട് കരാളമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ ഒരു ആകാശ തത്വം എന്ന് പറഞ്ഞൊരു തത്വമുണ്ട്. ആകാശ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ മുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു മേശയുണ്ട്, തൊട്ടടുത്തൊരു കസേരയുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ മേശയും കസേരയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു സ്പേസ് അല്ലെങ്കിൽ ആകാശമുണ്ട്. സപ്പോസ് നമുക്ക് തോന്നുകയാണ് ഈ മേശയും കസേരയും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്, അവിടെ ആകാശം അല്ലെങ്കിൽ ആ വേർതിരിക്കുന്ന സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ മേശയെന്നും പറയാൻ പറ്റില്ല, കസേര എന്നും പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ലോജിക്ക്. അപ്പോ ഈ വിശ്വരൂപത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ചരാചരങ്ങളും, ജീവജാലങ്ങളും അല്ലാത്ത ജീവനുള്ളതും അല്ലാത്തതും ആയത് എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രൂപമാണ് വിശ്വരൂപത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർജുനൻ ആകെ അന്തം വിട്ടിരുന്നു പോകുന്നത്. അപ്പൊ അതിൽ പറയാണ്, പിന്നെ അതില് ഈ എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിയും അതിലുണ്ട്, എല്ലാ ദൈവങ്ങളും അതിലുണ്ട്, പിന്നെ അതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതിലിപ്പോ പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടൈമിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് അതിൽ പറയുന്നുണ്ട്. അതിപ്പോ വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ പറയുന്നത് കാലം എന്ന് വരുന്നത് തന്നെ കാലൻ അല്ലെങ്കിൽ യമനിൽ നിന്നാണ്.
കാരണം പലതും നിശ്ചയിക്കുന്നതും നടത്തിക്കുന്നതും കാലമാണ്, അല്ലാതെ ആരും ഒരാളുടെ തീരുമാനമല്ല. കാലത്തിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചേ തീരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ കാലമാണ്, ഐ ആം ദ ടൈം എന്ന് വരെ പറയും. അപ്പോൾ അർജുനൻ കാണുന്ന ഈ കരാള രൂപത്തില് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിൽ പറയാണ്, ആദിത്യന്മാരെല്ലാവരും ഉണ്ട്, മരുത്തുക്കളുണ്ട്, ഇന്ദ്രന്മാരുണ്ട്, വസുക്കളുണ്ട്. എല്ലാവരെയും ഒരേ സമയത്ത് തന്നെ അർജുനൻ അവിടെ കാണുന്നുണ്ട്. പിന്നെ അർജുനൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാനാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എന്നുള്ള ഒരു ഭൗതിക രൂപത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഭഗവാനാണ്. ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്രീം പവറാണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ശക്തിയാണ്. അതിന് ആദിയും മധ്യവും അന്ത്യവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആകാശതത്വം ഇല്ലാതെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ പ്രചരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ പടർന്നു കിടക്കുന്ന ഒരു രൂപം, അത് എന്തുകൊണ്ടും കരാള രൂപമായി മാറാനേ വഴിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, സൂര്യനും ചന്ദ്രനെയും പോലുള്ള ജ്വലിക്കുന്ന കണ്ണുകള്, പിന്നെ തീ തുപ്പുന്ന വായ, പിന്നെ എല്ലാ വർണ്ണങ്ങളും എല്ലാ രൂപങ്ങളും ഒത്തിണങ്ങിയ മൊത്തമായിട്ടുള്ള ഒരു ശരീരം, അതില് പ്രഭാപൂരമാണ്, വർണ്ണം കൊണ്ട് നിറഞ്ഞതാണ്. ഇതൊക്കെയാണ് ഈ അർജുനൻ കാണുന്നത്. അപ്പൊ അർജുനന് ഇതൊക്കെ കണ്ടിട്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിയുള്ള ഒന്നിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് പറയുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അർജുനൻ തന്നെ പേടിച്ചു പോകും. അർജുനൻ പറയാണ്, എനിക്കിത് കാണാനുള്ള ശക്തിയില്ല അല്ലയോ ഭഗവാനെ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചെയ്തത് തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണനെ വെറും കൃഷ്ണനായിട്ട് കണ്ടിട്ട്, ഭഗവാനെ വെറും കൃഷ്ണനായി കണ്ടിട്ട്, കൃഷ്ണ അല്ലെങ്കിൽ യാദവ അല്ലെങ്കിൽ സഖേ അല്ലെങ്കിൽ വസുദേവപുത്ര ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളിലൂടെയാണ് അർജുനൻ ശ്രീകൃഷ്ണനുമായിട്ട് സംവദിച്ച് കൊണ്ടിരുന്നത്. അപ്പൊ പറയാണ്, ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അല്ലയോ ഭഗവാനെ, എന്റെ തെറ്റ്, എനിക്കിതിന് മാപ്പ് തരണം എന്ന് പറയും. അപ്പോ ഭഗവാൻ പറയും, ഇതെല്ലാം എനിക്കറിയാം, എന്താണ് സംഭവിക്കുന്നതെന്നും. അപ്പൊ അവിടെയാണ് ഈ ടൈമിന്റെ കോൺസെപ്റ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് സംഭവിക്കുന്നതും സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും ഒക്കെ എന്താണെന്ന് ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ മഹാഭാരത യുദ്ധത്തിലെ കാരണക്കാരായ ഈ മൊത്തം കൗരവന്മാരും, ഭീഷ്മ, ദ്രോണ, കർണ, ബാക്കിയുള്ള എല്ലാ സാരഥികളും, ഇവരൊക്കെ ഈയാംപാറ്റകളെ പോലെ, തീയെ കണ്ട് ആകർഷിക്കപ്പെട്ട് പോയി വീഴുന്ന ഈയാംപാറ്റകളെ പോലെ ഈ മഹാഭാരത യുദ്ധത്തിലെ മരണത്തിന്റെ കരാള വക്രത്തിലേക്ക് പോയി വീഴുന്നത് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, അർജുന, നീ കൊന്നില്ലെങ്കിലും ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. കാരണം ഇത് ഭാവിയിലുള്ള ഒരു ഇതാണ്, കോൺസെപ്റ്റാണ്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ്. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. നീ ഒരു നിമിത്തം മാത്രമാണ്, ഈ യുദ്ധത്തിന് ഇവരെ കൊല്ലാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. ഇത് നീ ചെയ്തില്ലെങ്കിലും അത് ചെയ്യപ്പെടും. അതെല്ലാം സമയത്തിന്റെ നിശ്ചയമാണ്, അത് സംഭവിക്കും. നിനക്ക് നീ ചെയ്യേണ്ടത് നിന്റെ ദൗത്യം അല്ലെങ്കിൽ നിന്റെ ഡ്യൂട്ടി മാത്രമാണ്. നിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ഫൈറ്റർ, ഒരു പോരാളി ആയതുകൊണ്ട് തന്നെ നീ യുദ്ധം ചെയ്യുക. അതിന്റെ ഫലത്തിനെ പറ്റിയിട്ട് നീ അത് തന്നെ പറയാണ്, നീ ഫലേച്ഛയില്ലാതെ യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും നീ ചെയ്തിട്ട് പിന്നെ ബാക്കിയെല്ലാം നീ എനിക്ക് വിട്ടു തന്നേക്കെന്ന് പറയുന്നത്. അപ്പോൾ അർജുനൻ പറയാണ്, അർജുനൻ അവസാനം കീഴടങ്ങുകയാണ്. കീഴടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ മുമ്പിൽ ഒന്നുമല്ല, എങ്കിലും ഭഗവാനോട് പറയാണ്, ഭഗവാനെ, എനിക്ക് മാപ്പ് തരണം എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും വലിയൊരു ശക്തിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ
അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണം. മാപ്പ് തന്നിട്ട് അത് മാത്രമല്ല, ഈ കരാള രൂപം എനിക്ക് എന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായ ശംഖചക്ര ഗദാപത്മം കൊള്ളുന്ന കോമളരൂപനായ കൃഷ്ണനെ, എന്റെ പ്രിയ സുഹൃത്തിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കതൊന്ന് തിരിച്ച് കാണിച്ചു തരണേ ഭഗവാനെ. എല്ലാം എനിക്കിപ്പോഴും മനസ്സിലായി. നേരത്തെ പറഞ്ഞ ഈ വിഭൂതികളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു രൂപം, ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും രക്ഷിതാവും. കാരണം ഈ പ്രപഞ്ചത്തിൽ ഈ ഭഗവാൻ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്ത വിശ്വരൂപത്തിൽ അർജുനൻ ബ്രഹ്മാവിനെ കാണുന്നു, ശിവനെ കാണുന്നു. ഇവരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ദേവന്മാരും, ഇന്ദ്രൻ അടക്കം എല്ലാവരും ഇങ്ങനെ ഭഗവാന്റെ ഈ വിശ്വരൂപത്തിനെ കണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു രൂപമാണ് അർജുനൻ കാണുന്നത്. അപ്പോഴേ അങ്ങനെയുള്ള ഈ രൂപം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം. എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ രൂപത്തിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ അതിനെ സമ്മതിക്കുന്നു. എന്നിട്ട് അവസാനം പറയും, അതിന്റെ ചാപ്റ്ററിന്റെ അവസാനം പറയുന്ന അതാണ് അതിന്റെ ശരിയായ സമ്മറി എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് ആരൊക്കെയാണ് എന്റെ ഭക്തർ എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം അവിടെ കൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് എന്റെ ഭക്തർ, ആരൊക്കെയാണ് ഞാൻ സംരക്ഷിക്കുന്നതെന്ന്. അതിലെന്താ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി തന്റെ കർത്തവ്യം നിർവഹിക്കുന്നവർ, എനിക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരോന്മുഖമായി തന്റെ ജോലി ലാഭേച്ഛ അല്ലെങ്കിൽ പ്രതിഫലേച്ഛ ഇല്ലാതെ ചെയ്യുന്നവർ, പിന്നെ എന്റെ സംരക്ഷണയിൽ ഉള്ളവർ, ഞാൻ രക്ഷിക്കുന്നവർ, പിന്നെ എന്നെ ആശ്രയിക്കുന്നവർ, എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടും എന്നെ ആശ്രയിക്കുന്നവർ, ഒന്നിനോടും അത്യാഗ്രഹമോ വിരോധമോ ഇല്ലാത്ത ഒരവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വതും ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒന്നിനോടും അതിയായ ആഗ്രഹമോ ഒരു വിരോധമോ ഇല്ലാതെ ഇരിക്കുന്നവർ, ഇവരെല്ലാവരും എൻ്റെ ഭക്തരാണ്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി അല്ലെ സാരാംശം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ ഇതിൽ വളരെ വിശദമായി സംസാരിക്കേണ്ട പല ശ്ലോകങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള വിശകലനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറയാൻ എനിക്ക് അവകാശം തന്ന സമിതിക്ക് നന്ദി, നമസ്കാരം. ഹരി ഓം. ഹരി ഓം അണ്ണ. വളരെ സന്തോഷം. അണ്ണൻ കുറേ നാള് ഇവിടെ കാണാനില്ലായിരുന്നു. അണ്ണൻ ഈ ഇടയ്ക്ക് മെഡിറ്റേഷനും പിന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് 11ാമത്തെ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കവർ ചെയ്ത് നമുക്ക് ഇപ്പോൾ ഒന്ന് ഓർമ്മിച്ച് തന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഈ ചാപ്റ്ററിൽ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു 2-3 മിനിറ്റ് എടുത്ത് എല്ലാവർക്കും സംസാരിക്കാം. അല്ലെങ്കിൽ ഒരേ അടിക്ക് കുറേ നേരം സംസാരിക്കാതെ ആദ്യം 1-2 മിനിറ്റ് സംസാരിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ആരാണ് എന്തെങ്കിലും പറയണമെങ്കിൽ അതൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. ഹരി ഓം സുനിതാക്ക. ഹരി ഓം. ഹരി ഓം അണ്ണ. ഹരി ഓം. ഇവിനാരായണൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു പ്രിപ്പറേഷനോ ഒരു ആദ്യ തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും പറയാനൊന്നും എനിക്കത്ര അവഗാഹമൊന്നുമില്ല. എന്നാലും വിശ്വരൂപ ദർശനത്തിനെ പറ്റി ഒരു 2 വാക്ക് പറയണം എന്നുള്ള ഒരു നിമിത്തം ഇവിടെ വന്നതും തന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. എനിക്കറിയാം, എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശ്വരൂപ ദർശനത്തിനെ കുറിച്ച് നമ്മളൊന്നും പറയാൻ ആരുമല്ല. എന്നാലും അർജുനന് മരണത്തോടുള്ള ഭയമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് എന്ന എൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്നാണ് കാണുന്നത്. കാര്യം എല്ലാവരെയും കൊല്ലണമല്ലോ, ഞാൻ കാരണം എല്ലാവരും മരിക്കുമല്ലോ, അപ്പോൾ അതെനിക്കൊരു വിഷമമാകുമല്ലോ എന്നുള്ളതാണല്ലോ അർജുനന്റെ പ്രധാനപ്പെട്ട വിഷമം. അപ്പോൾ അതിന് ഭഗവാൻ
പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉത്തരമാണ് ഈ വിശ്വരൂപ ദർശനം. അങ്ങനെ ഒരു ജ്ഞാനദൃഷ്ടി കൊടുത്ത് നീ കാണുന്നതല്ല ലോകം, ഇതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, നിന്റെ കളിക്കൂട്ടുകാരനായ കണ്ണനല്ല ഞാൻ, എന്നിൽ അടങ്ങിയിരിക്കുന്ന എന്തെല്ലാമാണ് എന്നുള്ളത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അർജുനൻ അറിയാതെ കൈകൂപ്പി പോവുകയാണ്, എന്താണ് ഇത് ഞാൻ ഈ കാണുന്നത് ഒന്നും. പിന്നീട് അങ്ങോട്ട് അർജുനന് ആ ഒരു തിരിച്ചറിവുണ്ടാകുകയാണ്. ഇപ്പൊ മരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ജനിക്കുന്നു അല്ലെ, ആരുടെയോ മകനായി മകളായി നമ്മൾ ജനിക്കുന്നു. അപ്പോ ആദ്യം ബാല്യം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ബാല്യത്തിൽ വളരെ ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് കളിച്ച് ഇന്നസെന്റ് ആയിട്ട് ഓടി നടന്നു. അത് കഴിഞ്ഞ ഉടനെ കൗമാരം വരും. കൗമാരം വരുമ്പോഴത്തേക്ക് ബാല്യം ശരിക്കും മരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിനോട് ഒട്ടും വിഷമിക്കുന്നില്ല അല്ലെ, ബാല്യം മരിച്ചു, ബാല്യം പോയല്ലോ, കൗമാരം ആയല്ലോ എന്ന് വിചാരിക്കുന്നില്ല. ഞാൻ കൗമാരത്തിൽ എത്തി. അത് വേറൊരു നമുക്ക് തരുന്ന വേറൊരു ആറ്റിറ്റ്യൂഡാണ് കൗമാരത്തിലുള്ളത്. അത് നമ്മൾ നന്നായി എൻജോയ് ചെയ്യുന്നു. കൗമാരകാലം നമ്മൾ എല്ലാം എൻജോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യുവത്വം വരും, യൗവനമാകുന്നു. അപ്പോഴും നമ്മൾ വിഷമിക്കുന്നില്ല. അപ്പോൾ ബാല്യം മരിച്ചു, കൗമാരം മരിച്ചു, ദെൻ യുവാവായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരുപാട് ത്രില്ലുകളും സന്തോഷങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ആഘോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നു, സന്തോഷമായിട്ട്. അതും കഴിഞ്ഞ് യുവത്വം കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എന്തായി, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു, കുടുംബമായി, പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തും. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ഗ്രേസ്ഫുള്ളി നമ്മൾ അത് എൻജോയ് ചെയ്യും. വാർദ്ധക്യം വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് നമ്മൾ ഓരോ ഏജും കടന്നു പോകും. അപ്പൊ ശരിക്കും ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതെല്ലാം ഓരോ മരണം തന്നെയാണ്. നമ്മളുടെ ഓരോരോ ഘടകങ്ങൾ ഇങ്ങനെ പോകുന്ന ഓരോ മരണങ്ങളാണ്. അതിലൊന്നും നമ്മൾ വിഷമിക്കുന്നേ ഇല്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നല്ലേ, അത് തന്നെ ഉള്ളു മരണം. അതാണ് മരണം. ശരിക്കും നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് പുറപ്പെട്ടു, അവിടെ തന്നെ നമ്മൾ തിരിച്ച് എത്തുക, ലയിക്കുകയാണ്, പരമാത്മാവിൽ ലയിക്കുകയാണ്. അതിന് പക്ഷെ നമ്മൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല. ഭഗവാൻ അർജുനന്റെ ഏറ്റവും വലിയ വിഷമവും അത് തന്നെയാണല്ലോ. അമ്മാവന്മാരും എല്ലാവരും നിൽക്കുന്നു, എല്ലാവരെയും ഞാൻ കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്യണമല്ലോ, വൈ മീ, എന്നെ എന്തിനു തിരഞ്ഞെടുത്തു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അർജുനനുള്ളത്. അപ്പൊ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം ഇത് കാണിച്ചു തരാനുള്ള കാരണം എന്നും പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്. അതൊരു 5 നിയമങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണുക. അർജുനന് നമ്മളെല്ലാവരും ഓരോരോ അർജുനന്മാര് തന്നെയാണ്. എന്നാലും അർജുനനോട് പ്രത്യേകത ഉള്ളത് കൊണ്ട് മാത്രമാണ് അർജുനന് ഈ ഒരു ഇത് യശോദാമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്ത പോലെ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ മരണഭയം അർജുനൻ നിന്ന് വിട്ടുമാറി എത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും. ആ ഒരു മരണഭയം വിട്ടുമാറിയപ്പോഴാണ് ഭഗവാൻ ശരിക്കും അർജുനനെ ആ ഒരു ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ, വിനാരായണൻ പറഞ്ഞ പോലെ, അർജുനൻ ചെയ്താലും ഇല്ലെങ്കിലും മരിക്കാനുള്ളവർ മരിക്കും. അതിന് അർജുനൻ ഒരു ഹേതു മാത്രമാണ്. അതേപോലെ നമ്മുടെ ഓരോ കാര്യം, നമ്മൾ മരിക്കേണ്ട സമയത്ത് നമുക്ക് എന്തെങ്കിലും വരും. ഒന്നുകിൽ ഒരു അസുഖം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുന്നില്ല. നമ്മളുടെ ആ ഒരു ശ്വാസം അങ്ങ് പോയി കഴിഞ്ഞു, നമ്മുടെ സത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ല. അതേ ഉള്ളൂ. അതൊരു കാരണം, ഒരു ഹേതു, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അതെല്ലാം ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ വിശ്വരൂപത. എന്താണ് വിശ്വരൂപം, എന്റെ രൂപം എന്താണെന്ന്. അതിനകത്തൊരു 5 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് ആരെ കൊണ്ടൊക്കെ സാധിക്കും എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ചൂസ് ചെയ്തിട്ടാണ് ഭഗവാൻ ഏറ്റവും അടുപ്പം വരുന്ന ആൾക്കാര് അതാണെന്നാ പറയുന്നത്. അത് ഇവിടെ പറയുന്നത് പഞ്ചമുഖ പദ്ധതി എന്നാണ്. പഞ്ചമുഖ പദ്ധതി 5 അത് നമ്മുടെ 55-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്. ഒന്നാണെങ്കിൽ ഫസ്റ്റ് വൺ, ഈശ്വരാർപ്പണമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ വന്നിട്ട് പരമാത്മാവിനെ തന്നെ പരമലക്ഷ്യമായിട്ട് കരുതുക, ഭഗവത് ഭക്തി വളർത്തുക, മറ്റൊന്നിലും ആസക്തനാവാതിരിക്കുക, ഒരു ജീവിയെയും വെറുക്കാതിരിക്കുക. ഇതിൽ ഈ ആദ്യത്തെ 3 കാര്യം നമ്മളൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4ഉം 5ഉം ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വേറെ ലെവല് എത്തണം. അപ്പൊ നമ്മൾ ഈ ഭഗവത്ഗീതയൊക്കെ പഠിച്ച് വിശ്വരൂപ ദർശനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ചെങ്കിലും നമുക്കൊരു ലെവൽ ഹൈയിലോട്ട് എത്താൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഹരിയോം. ഹരിയോം അക്ക. ഇനി ആരാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്?
ഹരി ഓം അണ്ണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം ഗംഗാക്ക. ഞാന് ഈ ഇത്രയും മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാല്, ഭഗവാൻ വിശ്വരൂപ ദർശനം ഭഗവാന് അർജുനന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഭഗവാൻ ഈ 10 ലെസണിൽ പറഞ്ഞ ആ ഉപദേശങ്ങളൊക്കെ അറിയുമ്പോഴാണ് അർജുനന് ഇനി ഭഗവാനെ എനിക്ക് അവിടുത്തെ അത്രയും മഹത്തരമായ വിശിഷ്ടമായ ആ ഒരു ദർശനം എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ആകാംക്ഷ, ആഗ്രഹം വരുന്നത്. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് അതിന് തക്കതായ കണ്ണ്. അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു ഇത് പറയണത്? അർജുനന് അഹങ്കാരം ഈഗോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഈഗോനെയാണ് ഭഗവാൻ പറയണത്, ഞാനൊരു എന്താ പറയാ, നയനം, പ്രത്യേകമായ ഒരു കണ്ണ് അത് എന്ന് പറയുന്നത് ഭഗവാൻ അർജുനന്റെ ഈഗോ മാറ്റി അർജുനനെ എന്താ പറയാ, ഭഗവാനെ കാണാൻ തക്കവണ്ണമുള്ള തലത്തിലേക്ക്. അപ്പൊ നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ള ആ ഈഗോനെ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരെല്ലാവരെയും ഒരേപോലെ കാണാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളത് ഭഗവാൻ ഒരു ചെറിയ കാര്യത്തിൽ കൂടെ, ജ്ഞാന ചക്ഷുഷ് തരാം എന്നുള്ള ആ ഒരു ഇതിൽ കൂടെ ഭഗവാൻ അവിടെ എന്താ പറയാ ക്ലിയർ ആക്കി തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പൊ നമ്മളില് ഉള്ള ആ ഈഗോ പോയാൽ നമുക്ക് എല്ലാവരെയും തുല്യരായി കാണാൻ സാധിക്കും. അതേമാതിരി തന്നെ ആണ് നമ്മള് പല കാര്യങ്ങളും ഇങ്ങനെ വായിക്കുമ്പോ ഒക്കെ കാണാം. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഒരിക്കലും എഴുതണ്ടായി, എന്താ, ഈ യൂണിവേഴ്സിലുള്ള എല്ലാം ഒന്നാണ്, അതില് നമ്മള് കാണുന്ന എന്താ പറയാ വ്യത്യാസങ്ങള് അത് നമ്മൾ ഉണ്ടാക്കിയ വ്യത്യാസങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് തന്നെയുണ്ട്. ഞാനത് പിന്നീട് ഷെയർ ചെയ്യാം ഇതിൽ കേട്ടോ, ഈ ഗ്രൂപ്പില്. അപ്പൊ അതേമാതിരി തന്നെ കൂപ്പർ വെൻ ഹി ഫൗണ്ട് ഔട്ട് ആ എന്താ പറയാ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിച്ച പറഞ്ഞു ഇതിനെല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവും ഒരാൾക്കേ ഉള്ളൂ എന്നുള്ളത് ആ ഒരു തത്വത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പോയിരിക്കുന്നത്. അപ്പം സയൻസിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഭഗവാൻ ഈ അർജുനന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് വൈശാഖ മാസം 1-ാം തീയതി ഭഗവാന്റെ വിശ്വരൂപം നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം, മനസ്സിൽ കാണാൻ. ആ 5-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു തരുന്നുണ്ട്. 8-ാമത്തെ ശ്ലോകം വരെ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാണ്. പിന്നെ അവിടുന്ന് അങ്ങടാണ് വിശ്വരൂപ ദർശനത്തിനെ കുറിച്ചുള്ളത്. അപ്പൊ നമുക്കൊക്കെ മനസ്സിൽ കാണാം ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടിട്ട് എന്താ പറയാ സായുജ്യ അടയാം, ഒരു പുണ്യ. ഹരി ഓം. ഹരി ഓം അക്ക. വളരെ നല്ല പോയിന്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ സുനിത അക്ക പറഞ്ഞു മരണത്തിനെ കുറിച്ചായിരുന്നു. ഗംഗാക്ക പറയുന്നു ഈഗോയെ കുറിച്ചാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈഗോ പോയി കഴിഞ്ഞാൽ നമുക്ക് മരണത്തിനെ പറ്റി വലിയ പേടിയൊന്നും കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഈഗോ ആണ് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ 2 ഡയമെൻഷനിൽ നമുക്കിത് പല ഡയമെൻഷനിൽ കാണാം. ഹരി ഓം. അടുത്തത് രത്നവലിയൊക്കെ. ഹരി ഓം. ഹരി ഓം. ഈ വിശ്വരൂപ ദർശനം എന്ന ഈ അധ്യായത്തിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ ഇപ്പൊ EV നായർ അണ്ണൻ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റി പറയാനൊന്നും വലിയൊരു അറിവൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്തത്. അതായത് ഇപ്പൊ അർജുനന് പരോക്ഷ ജ്ഞാനം കിട്ടിയപ്പോ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുകയുണ്ടായത് ഞാൻ പ്രത്യക്ഷ ജ്ഞാനം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെയാണ് ഭഗവാൻ അർജുനന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അർജുനന്റെ മനസ്സിലുള്ള വിഷമം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബന്ധുക്കളെ കൊല്ലാൻ എനിക്ക് വിഷമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അർജുനൻ പരവശനാകുന്നത്. അപ്പൊ അതിനു വേണ്ടി കൂടെ ഉദ്ദേശിച്ചിട്ടാണ് വിശ്വരൂപ ദർശനം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ വിശ്വരൂപ ദർശനം കാണുമ്പോ തന്നെ
അർജുനൻ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുഖം നോക്കുമ്പോ ദംഷ്ട്രങ്ങളെ കൊണ്ട് ഭയങ്കരങ്ങളും കാലാഗ്നി സദൃശങ്ങളുമായ അവിടെ ഭഗവാന്റെ മുഖാണ് കാണുന്നത്. അതായത് ഭഗവാന്റെ വായയിലേക്ക് ഭീഷ്മാചാര്യര്, ദ്രോണര്, അതുപോലെ ധൃതരാഷ്ട്രപുത്രന്മാരൊക്കെ ഞാൻ മുമ്പിൽ എന്ന രീതിയിൽ ഭഗവാന്റെ വായിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ അർജുനന് ഒരു ബോധം ഉണ്ടായി. ഈ ആൾക്കാരെ മുഴുവൻ ഭഗവാൻ കൊന്നു കഴിഞ്ഞു. ഇനിയിപ്പൊ ഞാനിവിടെ ഒരു നിമിത്തം മാത്രമാണ് എന്ന് ഒരു ബോധം ഇതിൽ കൂടി ഭഗവാൻ അർജുനന്റെ മനസ്സിലേക്ക് പ്രേരണ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട്, മയൈ വൈദ്യേ നിഹിത പൂർവമേവ നിമിത്തം മാത്രം ഭവ സവ്യസാജിൻ. അതായത് ഇവരെയെല്ലാം ഞാൻ മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ മരണത്തിന് നീ വെറും ഒരു കാരണമാവുകയേ വേണ്ടൂ എന്നുള്ള ഒരു സൂചനയാണ് ഈ മുഖം കാണിച്ചുകൊണ്ട്, തുറന്ന വായു കാണിച്ചുകൊണ്ട് അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പ്രപഞ്ചത്തില് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യം ഇല്ലാതെ ഒരു ഇല പോലും ഇളകില്ല എന്ന്. പക്ഷേ പൊതുവെ നമുക്കൊരു ധാരണ ഉണ്ട്, നമ്മുടെ ജീവിതത്തില് പല കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നടന്നു പോകുമ്പോ നമ്മളാണ് ഇതിന്റെയൊക്കെ, നമ്മളെ കഴിവ് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിച്ചതെന്നാണ് നമ്മളെ പൊതുവെയുള്ള ധാരണ. അപ്പോ ഇപ്പൊ ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ ഈ ലോകത്ത് ഒരു കാര്യവും നടത്താൻ സാധ്യമല്ല എന്ന്. അപ്പോ നല്ല കാര്യം ആണെങ്കിൽ തന്നെ ആയാലും ചീത്ത കാര്യങ്ങളായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും നമുക്ക് ഈ ലോകത്ത് നടത്താൻ സാധിക്കുന്നു. അപ്പൊ ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തില് ഉത്കണ്ഠ അവകാശമില്ല. നമ്മുടെ ജീവിതമാകുന്ന നൗക ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് പലതരം ഉത്കണ്ഠകൾ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളുടെ കുട്ടികളെ പറ്റി ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഭാവി ജീവിതത്തിനെ പറ്റി ആലോചിച്ചിട്ട്, ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ടും നമുക്ക് ഒരുപാട് ഉത്കണ്ഠ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ചിന്തിച്ചാല് നമുക്ക് വളരെ സമചിത്തതയോടുകൂടി ജീവിക്കാൻ സാധിക്കും. നമ്മളുടെ ഏത് കാര്യം വരുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മളുടെ ഒരു കഴിവുമല്ല ജീവിതത്തിൽ നല്ല കാര്യം വരുന്നതും അതേപോലെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് സമചിത്തതയോട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ ഈ ഒരു ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കുന്നു. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വരുന്നത് ഈ മൂന്ന് ഗുണങ്ങളോടുകൂടിയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങളുടെ അല്പ ചെറിയ വ്യത്യാസം മാത്രമേ വ്യക്തികളിൽ തമ്മിൽ ഉണ്ടാവുകയുള്ളൂ. എല്ലാ വ്യക്തികളിലും ഈ മൂന്ന് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മളെ സത്വഗുണം കൂടുതലാകുന്നവര് പൊതുവെ ശാന്തശീലരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഈ രജോ ഗുണം, തമോ ഗുണം, ഈ രണ്ട് ഗുണത്തെയും കുറച്ചു കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കീഴടക്കിയിട്ട് രജോ ഗുണം, തമോ ഗുണം ഇവ കുറച്ചു കൊണ്ടുവന്നിട്ട് സത്വഗുണം വർദ്ധിപ്പിക്കുക. സത്വഗുണം വർദ്ധിപ്പിച്ചാല് മാത്രം പോരാ, അതിനോടുകൂടി നമ്മള് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കാനും ശ്രമിക്കുക. അതായത് ഗോപികമാരെ പോലെയോ അക്രൂരൻ പോലെയോ ഉദ്ധവരെ പോലെയൊക്കെ ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ സത്വഗുണം നമ്മിൽ വർദ്ധിപ്പിക്കുകയും ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുകയും ചെയ്താല് നമുക്ക്
ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു സൂചന കൂടെ ഈ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചിന്ത, അതായത് എല്ലാം ഭഗവാന്റെ ഒരു നോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നടക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഈ മായ കൊണ്ട്, ഭഗവാന്റെ മായ കൊണ്ട് തന്നെ നമ്മള് പെട്ടെന്ന് തന്നെ അത് മറന്നു പോകുമ്പോ നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു കഴിവ് കൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോ ഈ ഒരു പാഠം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം സരോജിനി അക്ക. ഹരി ഓം. ഹരി ഓം അണ്ണ. നമ്മള് ഭഗവത്ഗീത ഇപ്പോൾ 10 അധ്യായവും കഴിഞ്ഞ് 11ാമത്തെ അധ്യായമാണ് പഠിച്ചു തീർത്തു കഴിഞ്ഞു. ഈ 10 അധ്യായവും അല്ലെങ്കിൽ 11ാമത്തെ അധ്യായവും പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ആരാണ് ശ്രീകൃഷ്ണൻ, ആരാണ് അർജുനൻ? ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരാണ് ശ്രീകൃഷ്ണൻ? 11ാമത്തെ അധ്യായത്തില് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കി തന്നു ആരാണ് ശ്രീകൃഷ്ണൻ, ആരാണ് ഭഗവാൻ. പി വി നായർ അണ്ണൻ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവനും ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു തരിയേ ആകുന്നു. അപ്പോൾ ആരാണ് ഭഗവാൻ, ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്ര ശ്രേഷ്ഠമായ, അത്ര വലുതായ ഒരു സംഭവമാണ് ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിലാക്കി. ഇനി അർജുനൻ ആരാണ്? അർജുനൻ അല്പം ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. ആ അർജുനൻ ഒരു സാധാരണ മനുഷ്യന്. നമ്മളെപ്പറ്റി നമ്മൾ ആലോചിച്ചു നോക്കുക. നമുക്കുമില്ലേ ഒരല്പം അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ? ഈ ധാർഷ്ട്യത്തെ, ഈ അഹങ്കാരത്തെ ശമിപ്പിക്കുക എന്നതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്, അല്ലേ? തീർച്ചയായും അതെ. അപ്പോ അർജുനനെ നമ്മളായി തന്നെ കാണാം. അർജുനൻ വാളുമെടുത്ത്, എന്നുവെച്ചാൽ ഈ ഭൂലോകം മുഴുവനും 3 ലോകങ്ങളെയും കീഴടക്കിയ ആളാണ് അർജുനൻ. ആ അഹങ്കാരം അർജുനന്റെ എല്ലാ പെരുമാറ്റത്തിലും, എല്ലാ നടപ്പിലും എടുപ്പിലും എല്ലാം ഉണ്ടായി. ഈവൻ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ പോലും, യുധിഷ്ഠിരന്റെ മുമ്പിൽ പോലും ഞാൻ വീരയോദ്ധാവാണ് എന്നൊരു ഭാവത്തോടു കൂടി തന്നെയാണ്. എല്ലാ സ്നേഹാദരങ്ങളും ഉണ്ടെങ്കിൽ പോലും ഞാനാണ് വില്ലാളി വീരൻ എന്നൊരു ധാർഷ്ട്യം അപ്പോഴും അർജുനൻ ഉണ്ടായിരുന്നതായി നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ ധാർഷ്ട്യത്തോടു കൂടിയാണ് അർജുനൻ യുദ്ധത്തിനായിട്ട് വരുന്നത്. നമുക്ക് പറയാം, ഇപ്പോ സുനിത അക്ക പറഞ്ഞു, നമ്മൾ ഓരോ പ്രായത്തിലും ബാല്യം മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കൗമാരത്തിലേക്ക് കടക്കുന്നു, കൗമാരം മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ യൗവനത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഓരോ പ്രായത്തിലും നമുക്ക് നമ്മുടേതായ എൻജോയ്മെന്റിനെ പറ്റിയാണ് സുനിത അക്ക പറഞ്ഞത്. സത്യത്തിൽ അതൊരു എൻജോയ്മെന്റ് അല്ല. സത്യത്തിൽ നമുക്ക് അഹങ്കാരമാണുള്ളത്. ഒരു പരാജയം അറിയാത്ത ഒരാൾക്ക് മാത്രം, പരാജയം അറിയാത്തവർക്ക്, അല്ലാത്തവരെ തളർന്നു പോകും. പരാജയം അറിയാതെ മുന്നോട്ട് കയറി വരുന്ന എല്ലാവർക്കും ഞാൻ ഇതാണ്, എനിക്കിത് സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരമാണ് ഉള്ളത്. നമ്മുടെ ആ പ്രായത്തിലെ ബാല്യത്തിലുള്ള നമ്മുടെ അഹങ്കാരം, നമ്മുടെ കൂട്ടുകാരുടെ മുമ്പില് ഞാനാണ് പഠിക്കാൻ മിടുക്കൻ, അല്ലെങ്കിൽ ഞാനാണ് സ്പോർട്സിന് മിടുക്കൻ എന്നുള്ള ആ അഹങ്കാരം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കുണ്ട്. ആ അഹങ്കാരം നമ്മുടെ കൂടെ ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊരു ചെറിയ വീഴ്ച ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നിലേക്ക് ചിന്തിക്കുന്നത്, അയ്യോ ഞാനിനി എന്ത് ചെയ്യണം, ഞാനിവിടെ തളർന്നു പോയല്ലോ. അതല്ലേ അർജുനൻ ഉണ്ടായതും, ഞാനിവിടെ തളർന്നു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരവസ്ഥയാണ് അർജുനനുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഓരോ അവസ്ഥയിലും, അർജുനന്റെ ഓരോ അവസ്ഥയും
നമ്മളുടേതായിട്ട് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഭഗവത്ഗീതയിലൂടെ പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ പ്രാവശ്യവും നമ്മളിപ്പോ 11ാമത്തെ അധ്യായത്തില് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനൻ തീർച്ചയായും അവിടെ താണു തൊഴുത് എനിക്കിത് കാണണ്ട, എനിക്ക് ആ കിരീടം ദിനം അത് കണ്ടാൽ മതി. 4 തൃക്കൈകളിലും ഓരോ ശംഖ ചക്ര ഗദാ പത്മധാരിയായ ആ ഭഗവാനെ മാത്രം എനിക്ക് കണ്ടാൽ മതി, എനിക്കെല്ലാം മനസ്സിലായി ഭഗവാനെ എന്ന് പറഞ്ഞ് താണു തൊഴുന്ന ആ അർജുനനെ നമ്മൾ കാണുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമുക്ക് പലതരം അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും ഒക്കെ ഉണ്ടാകും. ആ അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും എല്ലാം നമുക്ക് ഒരു വീഴ്ച വരുമ്പോൾ നമ്മൾ അതൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി വരും. നമ്മൾ ആ സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് ഇപ്പോ അർജുനന്റെ അടുത്ത് നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഭഗവത്ഗീതയില് നമ്മളെ തന്നെ കാണുന്നു. നമസ്കാരം. ഹരി ഓം, ഹരി ഓം. ഹരി ഓം. പ്രജിത. ഹരി ഓം. ഹരി ഓം. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, നീ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. അത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്താൽ, ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്താൽ എന്നെ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാനോടുള്ള നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് പൂജയാണല്ലേ. ഭഗവാന്റെ ഫോട്ടോ വയ്ക്കുക, വിളക്ക് കത്തിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, മാലയിടുക, അതൊക്കെയാണ് ഭഗവാനോട് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾ, പൂജയോട് ചെയ്യുന്ന കർമ്മങ്ങൾ. പക്ഷെ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ആ കർമ്മം, എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് ആ പൂജാ കർമ്മങ്ങളെയല്ല, ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുന്നതിന് അല്ല ഇവിടെ പറയുന്നത്. അതായത് നീ ചെയ്യുന്ന കർമ്മത്തെ കൊണ്ട് എന്നെ പൂജിക്കൂ എന്നാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾ, വീട് വൃത്തിയാക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക, കുട്ടികളെ നോക്കുക, പാത്രം കഴുകുക, തുണി കഴുകുക തുടങ്ങിയ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ കൊണ്ട് എന്നെ പൂജിക്കൂ എന്നാണ് പറയുന്നത്. കർമ്മങ്ങളെ പൂക്കളാക്കൂ, അതാണ് ഏറ്റവും വലിയ പൂജ, കർമ്മം എന്നാണ്, ഒരു വ്യക്തിയുടെ പൂജ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ ഫോട്ടോ വെക്കുക, അമ്പലത്തിൽ പോകുക എന്നതൊക്കെ ആ സ്ഥൂലഭാവത്തിലുള്ള കർമ്മങ്ങളാണ്. പക്ഷെ അതിന്റെ സൂക്ഷ്മഭാവത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് നമുക്ക്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ കർത്തവ്യങ്ങളെ പൂജകളാക്കിയാൽ അതാണ് ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പൂജ എന്നാണ് പറയുന്നത്. വർക്ക് തന്നെ വർഷിപ്പായി എടുക്കുക. അപ്പൊ അമ്പലങ്ങളിൽ പോകണം, വഴിപാടുകൾ നടത്തണം, പൂജ ചെയ്യണം, എല്ലാം ചെയ്യണം. ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്, ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. ആ അമ്പലങ്ങൾ, അത് മാത്രമാണ് ഭഗവാനോടുള്ള പൂജ എന്ന് നമ്മൾ കരുതുന്നത്. ആ അമ്പലങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർമ്മരംഗത്ത് നമുക്ക് പൂജ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഭഗവാനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പൂജ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരാൾ കൃഷ്ണന് വേണ്ടിയിട്ട് വലിയൊരു മണിമന്ദിരം, വലിയൊരു അമ്പലം പണിതു എന്ന് വിചാരിക്കാം. എന്നിട്ട് അയാൾ ജനങ്ങളോട് ക്രൂരതയും വഞ്ചനയും ചൂഷണമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരു യഥാർത്ഥ ഭക്തനാണെന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. മറിച്ച് അവിടെ ഒരു ശുചീകരണ ജോലി എടുക്കുന്ന ഒരു തൊഴിലാളി തന്റെ കർത്തവ്യങ്ങളെ, തന്റെ കർമ്മങ്ങളെ വളരെ ആദരവോടും ബഹുമാനത്തോടും സത്യസന്ധമായി ചെയ്യുമ്പോൾ അയാളാണ് ഒരു യഥാർത്ഥ ഭക്തനായി മാറുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി കല്യാണം കഴിച്ചു എന്ന് കരുതി ഗുരുവായൂരപ്പനോടുള്ള പൂജ എന്ന് കരുതരുത് അല്ലെ. ഗുരുവായൂർ പോയി താലി കെട്ടിയാൽ അത് നമുക്ക് സായുജ്യം ഉണ്ടാകും, അനുഭൂതി ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. മറിച്ച് അതല്ല ഗുരുവായൂരപ്പനോടുള്ള പൂജ അല്ലെ. ഗുരുവായൂർ താലി കെട്ടി എന്ന് കരുതി ഭർത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ കാലിന്മേൽ കാല് വെച്ചിരിക്കുക അല്ലെ, തന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാതെ അല്ലെ. ഒരു ഭാര്യയുടെ കർമ്മങ്ങൾ, ഭർത്താവിന്റെ കർമ്മങ്ങൾ, അവിടുത്തെ കുടുംബാംഗങ്ങളുടെ കർമ്മങ്ങൾ എല്ലാം ചെയ്യുമ്പോഴാണ് അത് ഗുരുവായൂരപ്പനോടുള്ള പൂജയാകുന്നത് അല്ലെ. അങ്ങനെ പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് വലിയ, നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് ഏറ്റവും വലിയൊരു പൂജയായി മാറുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഗാന്ധിജി പറഞ്ഞ പോലെ കർമ്മങ്ങളെ പൂജയാക്കിയാൽ ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മൾ അതിനെ പിടിച്ചു നിർത്തും. നമ്മൾ ആദരവോടും ബഹുമാനത്തോടും ചെയ്യുന്ന ഒരു പ്രവർത്തികൾ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പൂജ. മാനവ സേവ, ഇത് തന്നെയാണ് മാധവ സേവയായിട്ട് കാണുന്നത്. കൃഷ്ണൻ നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട് ഗോവർദ്ധന ഉദ്ധാരണത്തിലൂടെ. ഇന്ദ്രനെയാണ് പൂജിക്കേണ്ടത് എന്ന് എല്ലാവരും പറഞ്ഞു.
മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രന് വർഷാവർഷം അവർ പൂജ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോൾ ഒരു ദിവസം ഭഗവാൻ പറയുകയാണ്, കൃഷ്ണൻ പറയുകയാണ് തന്റെ പിതാവിനോടും മറ്റുള്ള ബന്ധുക്കളോടും, ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്. ഇന്ദ്രൻ ഒരു ദേവനാണ്, ശരിയാണ്. പക്ഷെ ഇന്ദ്രനെ കൊണ്ടല്ല മഴ പെയ്യിക്കുന്നത്, ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടത്. ഗോവർദ്ധനമാണ് ഇവിടെ മഴ പെയ്യിക്കുന്നതും ഗോക്കൾക്ക് പുല്ലുകൾ കൊടുക്കുന്നതും, അല്ലെ? ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഗോവർദ്ധനമാണ്. അതുകൊണ്ട് ഗോവർദ്ധനത്തെ പൂജിക്കുമെന്ന്. ഗോവർദ്ധനത്തിന് പൂജ ചെയ്യുമ്പോൾ ഇന്ദ്രനത് ദേഷ്യം വന്നു. ഇന്ദ്രനത് തടഞ്ഞു. വലിയൊരു മഴ പെയ്യിച്ചു അവിടെ. പക്ഷെ ആ ഗോവർദ്ധനത്തെ കൊണ്ട് തന്നെ ആ മഴയെ ചെറുത്തു നിൽക്കാൻ കൃഷ്ണന് സാധിച്ചു. അപ്പൊ നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ രീതിയിൽ ചെയ്താൽ അത് തന്നെയാണ് ഭഗവാനോടുള്ള വലിയ പൂജയെന്ന് ഈ ഒരു അധ്യായത്തിലൂടെ കൃഷ്ണൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം. ആരും അൺമ്യൂട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. ഏതായാലും 10ാമത്തെ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ കേട്ടു. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് പല പുസ്തകങ്ങളും പടമാക്കി മാറ്റുമല്ലോ, ചിത്രമാക്കി മാറ്റും, സിനിമ ആക്കി മാറ്റും. അപ്പോ ഇതെങ്ങനെയാന്ന് വെച്ചാല് ആദ്യം കുറച്ച് കേട്ടു. അപ്പൊ അർജുനൻ പറഞ്ഞു ഇത് പോരാ, എനിക്ക് ഇത് പിക്ചറിൽ കാണാം. അത് കണ്ടു കഴിഞ്ഞപ്പോ സാധാരണഗതിയിൽ നമ്മള് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർത്തോ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഇമാജിനേഷൻ വരും. പക്ഷെ അത് പിക്ചർ കാണുമ്പോൾ സാധാരണഗതിയിൽ ബുക്കിന്റെ അത്രയും ഒരു രസമില്ല എന്ന് പലവരും പറയാറുണ്ട്. എനിക്കങ്ങനെ ഇല്ല, പക്ഷെ പലരും ബുക്ക് വാസ് ബെറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ തിരിച്ചായി. ഈ ഇത്രയും വിഭൂതിയൊക്കെ പറഞ്ഞത് ചെറിയൊരു അംശം വന്നപ്പോൾ ഇവനാരണം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്നാ ഇതൊന്ന് ശരിക്ക് കാണാം എന്ന് നോക്കിയപ്പോഴാണ് സംഗതി ഇച്ചിരി പ്രശ്നമായത്. പേടിച്ചു പോയി. അപ്പൊ ഇതില് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ പല പെയിന്റിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വരൂപത്തിന്റെ പെയിന്റിങ്സ്, കുറെ തല ഇങ്ങനെ വരച്ചു വെക്കുന്നു, കുറെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരച്ചു വെക്കുന്നു, എല്ലാം ഉള്ളത്. പക്ഷെ ഇതിൽ പറയുന്നത് ഏത് സൈഡിൽ നോക്കിയിട്ടും, മേളിലോട്ട് നോക്കിയിട്ടും താഴോട്ട് നോക്കിയിട്ടും വിശ്വരൂപം, എല്ലായിടത്തും ഏത് ഡയറക്ഷൻ, 6 ഡയറക്ഷൻ നോക്കിയിട്ടും വിശ്വരൂപമാണ്. കണ്ണടച്ചാലും വിശ്വരൂപം എന്ന് പറഞ്ഞാല് ആ സമയത്ത് ഫുള്ളി കവേർഡാണ്. നമുക്കൊന്ന് അത് ആലോചിക്കാനേ പറ്റൂ. ഇത് എത്ര വിവരിച്ചാലും ഇത് തന്നെയാണ് സഞ്ജയനും കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ കൂടെ 2 പേരുണ്ട്. ഇപ്പൊ ദിവ്യ ദൃഷ്ടി കിട്ടിയ വേറൊരാളാണ് സഞ്ജയൻ, വ്യാസന്റെ അടുത്ത് കിട്ടിയ ഒരു കഴിവ്. അപ്പൊ ഇവര് കാണുമ്പോ എല്ലായിടത്തും കാണുകയാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യമെങ്കിലും വിശ്വരൂപം ഈ ദർശനം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഈ യുദ്ധത്തെ നിർത്താൻ വേണ്ടി പോകുമ്പോൾ ഒരു പ്രാവശ്യം കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലും, മഹാഭാരതത്തിന്റെ ലാസ്റ്റിലും ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. പിന്നെ യശോദാമ്മ കാണിച്ചത്. അങ്ങനത്തെ 2-3 സ്ഥലത്ത് ഈ വിശ്വരൂപം വരുന്നുണ്ട്. പക്ഷെ ഈ വിശ്വരൂപം വളരെ സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പലത് സ്വാമി തദാത്മാനന്ദ പിന്നെ അങ്ങനത്തെ ചില സ്വാമിജികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള, ഏറ്റവും വിഷ്വലൈസ് ചെയ്യാനും ഇമാജിനേഷനിലും ഒക്കെ വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ സ്ഥലമാണ്, ഇത് സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വരൂപ ദർശനത്തിൽ. ഏതായാലും ഇത് അനന്ത വിശ്വത്തോ മുഖ, എല്ലായിടത്തും മുഖമാണ്. അങ്ങനെ പറഞ്ഞാല് ആ സമയത്ത് എല്ലാ ഡയറക്ഷനിലും എങ്ങോട്ട് നോക്കിയാലും വിശ്വരൂപം. അപ്പം ചിലർ ചോദിക്കും, ഇത് വിശ്വരൂപത്തിൽ വെറും ഒരു ദർശനം മാത്രമേ ഉള്ളോ, ഇതിനകത്ത് വേറെ തത്വമോ ഒന്നും ഇല്ലയോ, സാങ്ക്യമോ, ഇപ്പൊ 2ാമത്തെ ചാപ്റ്ററിൽ അദ്വൈതമൊക്കെ വന്നു, ഇതിനകത്ത് അങ്ങനെ ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇവിടെ അദ്വൈതമുണ്ട്. എന്താ വെച്ചാൽ ഈ കാണുന്ന കംപ്ലീറ്റ് ഒരാളിലാണ്. എന്റെ ശരീരത്തിലോട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം കംപ്ലീറ്റ് വിശ്വരൂപം. എന്നിൽ എല്ലാ ദൈവങ്ങളും എന്നിലുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ അദ്വൈതത്തിന്റെ ഒരു
ദർശനമാണ്. അപ്പോൾ അതേപോലെ അർജുനൻ തോന്നി, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ, യുദ്ധത്തിന് പോണോ വേണ്ട എന്ന്. അപ്പൊ അതും ഒന്ന് ക്ലിയർ ആയി, ഒരു ഡൗട്ട് ക്ലിയർ ആയി. ഏതായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു കാര്യം ഒന്ന്, നമ്മൾ ഭക്തി ഉണ്ടാക്കുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു കാര്യമായിട്ട് ഇപ്പൊ തന്നെ ആരോടായാലും, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ, അവരുടെ അമ്മയെ നോക്കിയ കാര്യങ്ങളില്ല, അവരുടെ ചെറുതിലേ നിന്ന് വളർന്നു വന്ന സാഹചര്യങ്ങൾ, പിന്നെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ പാർട്ടിയെ പറ്റി പറയാനല്ല, പക്ഷെ ഒരു വ്യക്തിയെ പറ്റി പറയാം, മോദിയെ പറ്റി മാത്രം. നമുക്ക് പല കാര്യങ്ങൾ അറിയുമ്പോഴും ഇത്രയൊക്കെ ചെയ്യുന്നു, 16 മണിക്കൂർ ജോലി ചെയ്യുന്നു, ഇങ്ങനെ നിർത്താതെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കറപ്ഷന്റെ കാര്യമോ അങ്ങനെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ സ്വന്തം ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു ഭക്തി ഉണ്ടാവുക. മോദി ഭക്തൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു, പക്ഷെ ചിലപ്പോൾ കളിയാക്കുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിശ്വരൂപ ദർശനം കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും, നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ പല അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യുദ്ധഭൂമിയിൽ തന്നെ ആർക്കും ഒരു ക്ലൂ കിട്ടിയില്ല ഇത് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ. പക്ഷെ വ്യാസൻ എഴുതി വെച്ചു, സഞ്ജയൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഇപ്പോൾ അറിയുന്നുണ്ടല്ലോ ഇങ്ങനൊരു വിശ്വരൂപം ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനൊരു ഭക്തി കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിലൂടെ. ഇതേവരെ ആരും അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഹരി ഓം. അപ്പോൾ എന്താണ് വേറെ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഒരു ചോദ്യം ഇതാണ്, ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്യൂച്ചർ എല്ലാം ഓൾറെഡി എഴുതി വെച്ച് കഴിഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ഇപ്പൊ വേറെ എന്താണ്, ജോലിയൊന്നുമില്ലേ? ഇവിടെ യുദ്ധം എങ്ങനെ നടക്കാൻ പോകുന്നു, ആരൊക്കെ മരിക്കാൻ പോകുന്നു, എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നടക്കേണ്ടി പോലും നടന്നോട്ടെ, ഞാൻ എന്തിനാ എന്തെങ്കിലും ചെയ്യേണ്ടത്, അങ്ങനെ ഒരു തോന്നലുണ്ടാവത്തില്ലേ? ഇല്ല അണ്ണ, അത് ഇവിടെ വരുന്നില്ല അണ്ണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അർജുന് വരെ ഈ നിമിഷം വരെ ഇത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് പരമമായ രഹസ്യം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നുള്ള പരമമായ രഹസ്യമാണ്. അതുകൊണ്ട് ഇത് ആർക്കും അറിയില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ പറഞ്ഞു തന്നേ പറയാ. അപ്പൊ അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും നമ്മൾ പറയുന്നില്ലേ, വിധി മായ എന്നൊക്കെ പറയുന്നില്ലേ, അതങ്ങനെ നടന്നു വരും. നമുക്ക് ആർക്കും അതിന്റെ മേളിൽ യാതൊരു കൺട്രോൾ ഇല്ല. ഇപ്പൊ അർജുന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ഹരിയോമാണ്. അപ്പൊ ഇത് ഈ ഒരു സംശയം അല്ല, അണ്ണൻ ഓക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് പലവർക്കും there is a destiny, ഇങ്ങനെ ആകും എന്ന് പലവരും നമ്മുടെ പൊതുവെ സനാതന ധർമ്മത്തില്, നമ്മുടെ ഹിന്ദുക്കളിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എങ്ങനെയാണോ നടന്നോളൂ എന്ന് വെച്ച് നമ്മൾ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്തോളും, ഇത് ഇങ്ങനെ ആയിക്കോളും, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യമേ ഇങ്ങനെയാ എന്ന്, അവർ ഡെസ്റ്റിനി ഇല്ലെങ്കിൽ ഫേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നവർ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഡെസ്പ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ആരോ ഒരു സ്വാമിജി പറഞ്ഞ പോലെ, നമ്മൾ ഈ ആടിനെയും പശുവിനൊക്കെ ഒരു മരത്തിൽ കെട്ടിടുവാണെങ്കിൽ നമുക്കൊരു ലിമിറ്റഡ് സ്പേസ് ഉണ്ട്. നമുക്ക് ആ ലിമിറ്റഡ് സ്പേസിൽ നമ്മുടെ ചോയ്സ്, നമുക്ക് ഇപ്പൊ ദേഷ്യപ്പെടണോ വേണ്ടായോ, ഇപ്പൊ ദുഃഖിക്കണോ വേണ്ടായോ, അത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു
ഒരു ഓവറോൾ ഡെസ്റ്റിനി ഉണ്ടെങ്കിലും ഓവറോൾ ഈ യുദ്ധത്തിൻ്റെ എൻഡ് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും എനിക്ക് തോന്നുന്നു അതിലും കുറച്ച് ചോയ്സ് ഉണ്ട്. നമ്മൾ ഏത് രീതിയിൽ ആ ഡെസ്റ്റിനിയെ ഫേസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ചെറിയൊരു ചോയ്സ് നമ്മുടെ അടുത്തുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കർമ്മങ്ങളും ഇല്ലെങ്കിൽ കർമ്മത്തെ മാറ്റാനും ഒക്കെ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി മുൻപിൽ ഇങ്ങനെ തന്നെയാണ് ആവുന്നെങ്കിൽ പിന്നെ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി എന്താണ്, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുക, സാധാരണഗതിയിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ ഈ അസ്ട്രോളജി ഇപ്പോൾ എവിടെ ശനി എവിടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ ഈ അസ്ട്രോളജി അതേപോലെ നടക്കും. അതേസമയം നമ്മൾ ഇതിൽ നിന്ന് വെളിയിൽ വരുവാണെങ്കിൽ സാധാരണഗതി പോലെ നമ്മൾ ദേഷ്യപ്പെടുവോ സങ്കടപ്പെടുവോ ഇതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ റൂൾസ് ഒന്നും ബാധകമല്ല. യു വിൽ കം ഔട്ട് ഓഫ്. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഹരിയോം, ആരെങ്കിലും? സുനിതക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയണല്ലോ? ഹരിയോം അണ്ണ, നമ്മുടെ ഡെസ്റ്റിനി ശരിക്കും നമുക്കറിയില്ലല്ലോ, ഭഗവാനല്ലേ അറിയാവുള്ളൂ, നമ്മൾക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ നാളെ മരിച്ചു പോകും എന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ എത്രമാത്രം എനിക്ക് എങ്ങനെയൊക്കെ നന്നായി പെരുമാറാമോ, എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കൂലേ? നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടൂല അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾക്കറിയില്ലല്ലോ, നമ്മുടെ ഡെസ്റ്റിനി നമുക്കറിയില്ല. വി ആർ ഫ്ലെക്സിബിൾ ടു ഡു വാട്ട് എവർ വി വാണ്ട്. പിന്നെ ഉള്ളത് ഭഗവാൻ നീ ചെയ്യുക നിന്റെ കർമ്മം, അങ്ങേപ്പുറത്തേക്ക് അധികാരി ദൈവം എന്നാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ അതിനാണ് ഇതിൽ തന്നെ ഈ 11ാമത്തെ അധ്യായത്തിലെ നദികളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഈയാമ്പാറ്റകളുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈയാമ്പാറ്റകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വെട്ടം കാണുമ്പം അതിനൊക്കെ ചാടി ചാടുമ്പോ മരിക്കുക. എന്നാൽ പിന്നെ അടുത്ത ആള് അത് ചെയ്യാതിരിക്കുവോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഈയാമ്പാറ്റകൾക്ക് അത്ര ആയുസേ ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ നദികളായാലും നീരാവിയായിട്ട് കടലിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, തിരിച്ചവിടെ തന്നെ ചെന്ന് ചേരും. നീരാവിയായിട്ട് വെള്ളോട്ട് പോയി മഴ പെയ്തു ചെറിയ ചെറിയ ചാലുകളായി ഒഴുകി നദികളായി അതിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ രണ്ട് കരകളെയും ഫലഭൂയിഷ്ടമാക്കി തട്ടി അങ്ങനെ പോകും. അത് ഒരേ നദിക്ക് തന്നെ പല പേര് കാണും, പലയിടത്ത് ഒരേ പേര്. അതൊക്കെ തന്നെ അത് നമ്മളും അതേപോലെ തന്നെ ട്രിപ്ലിക്കാം. നമ്മൾക്കും ഇതേപോലെ പലരുടെയും ഏതോ മാതാപിതാക്കളുടെ മക്കളായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, പല പല പേരുകൾ, ഏതോ ഒരു നാമം കിട്ടി, അതിലങ്ങനെ പോവാ. നമുക്ക് ചെയ്യാൻ കുറെ കർമ്മങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ ലയിച്ച് ചേരുക, നദികൾ കടലിൽ ചേരുന്ന പോലെ. പിന്നെ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ പറഞ്ഞ പോലെ നമുക്ക് വി ആർ ഫ്ലെക്സിബിൾ ടു ഡു. കരഞ്ഞോണ്ടിരുന്ന് ചെയ്യാം, ചിരിച്ചുകൊണ്ടിരുന്ന് ചെയ്യാം. എന്ത് വന്നാലും നമ്മൾ കടന്നു പോയേ പറ്റും. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും അതൊക്കെ കടന്നു പോകും. പിന്നെ നമ്മൾ അതിന് ഈ പരിതപിച്ചുകൊണ്ടിരിക്കേണ്ട, മടിപിടിച്ചിരിക്കേണ്ട. നമ്മൾ സന്തോഷമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തങ്ങ് പോയാൽ അവസാനം വരെ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിയോം. ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും ഒരാളും കൂടെ ലാസ്റ്റ് ചാൻസ്. ഹരിയോമണ്ണ, ഹരിയോം. ഈ തത്വത്തിലേക്കൊക്കെ കടക്കാതെ ഫിലോസഫി സൈഡിലേക്ക് പോകാതെ നോക്കുകയാണെങ്കിൽ അണ്ണൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ സ്വമേധയാ ചെയ്യുന്നത്, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നത് എന്തോ നമുക്ക് സന്തോഷം തരുന്നത് നമ്മൾ ചെയ്യുന്നു. വിധിയും കർമ്മങ്ങളും ബാക്കിയൊക്കെ അത് പിന്നെ വരുന്നതാണ്. നമ്മൾ സ്വന്തം തീരുമാനപ്രകാരം ചെയ്യുന്നുണ്ടോ നമുക്ക് സന്തോഷം തരുന്നത് എന്തായാലും നമ്മളത് ചെയ്യും. അങ്ങനെ മുമ്പിലോട്ട് പോകും. അതാണ് നമ്മുടെ കർമ്മം. അതിനിപ്പോ ഫലേച്ഛ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഫലേച്ഛ ആകാന്ന് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും. അതാണ് എന്റെ റിയാലിറ്റി, എന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മൾ ഒരാളെ ഇപ്പൊ തല്ലുന്നുണ്ടെങ്കിൽ തന്നെ അവൻ തല്ലുകൊണ്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം കൊണ്ടാണ് നമ്മൾ അവനെ തല്ലുന്നത്, അല്ലേ? അല്ല ഈ വിനാരായണൻ അണ്ണാ, എനിക്ക് അവിടെ ഒരു ഇതുണ്ട്.
ബിക്കോസ് നമ്മൾ ഒരുപാട് കർമ്മങ്ങള് നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും നമ്മൾ ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നത്. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് വി ആർ ഫോഴ്സ്ഡ് ടു ഡു. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല് ഇത് പ്യോർലി ഡെസ്റ്റിനിയാ. നമുക്ക് ഫ്രീ ചോയ്സ് എന്ന സംഗതി ഇല്ലേ ഇല്ല എന്നാണ് ഞാൻ പറയാ. ബിക്കോസ് മൈ എക്സ്പീരിയൻസ്, എന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്റെ ജീവിതത്തില് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരുടെ കാര്യം നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ വെച്ചാല് ഒരു സംഗതിയും നമ്മളെ കയ്യിലില്ല. നത്തിങ് ഈസ് ഇൻ our hands. എന്നാ പിന്നെ വൈ ലിമിറ്റ് ourselves to this? നമുക്ക് എന്നെക്കാട്ട് വലിയ ആളായിക്കൂടായിരുന്നോ? നമ്മളുടെ കയ്യിൽ നമുക്ക് ഇതിനൊക്കെ സാമർഥ്യം ഉണ്ടായിരുന്നെങ്കിൽ വൈ ലിമിറ്റ് ourselves to certain condition? ലൈക്ക് ഇപ്പോ എനിക്ക് ലൈക്ക് എന്റെ സണ്ണിലോ എപ്പോഴും എന്റെ അടുത്ത് പറയും, അമ്മ അപ്പൊ നമ്മൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ വിഡ്ഢികളാണോ? We are smart, we are doing so many things. I said, why can't you be smarter? Why can't you be more smart? Elon Musk ആയിക്കൂടെ? You can be Bill Gates, you can become Elon Musk, you can become Modi. Why limit yourself to a small company? So nothing is in our hands എന്നാണ് ഞാൻ പറയാ. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. നത്തിങ് ഈസ് ഇൻ our hands. നമുക്ക് ഞാൻ ഒരുപാട് കർമ്മങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ചെയ്യാൻ. ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വൈ? My desire is to do good things. I want to do only good things, but I can't do. I am limited. അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ഡെസ്റ്റിനി അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മളുടെ കർമ്മം തന്നെയാണ്. ഐ തിങ്ക് സോ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞ കോൺടാക്സ്റ്റ് മനസ്സിലായില്ലെന്ന് തോന്നട്ടെ. ഞാൻ പറഞ്ഞത് പറഞ്ഞാല് നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്നോട് ഗോവർണം പറയാണ് രാവിലെ പോയിട്ട് സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ഐ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഐ വിൽ ഡു ദാറ്റ്. അത് എന്റെ സ്വന്തം ഇഷ്ടമല്ല. പക്ഷെ ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ആരും ചെയ്യുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. വേറൊരാൾ ചെയ്യിക്കുന്ന കാര്യം വേറെയാണ്. യു ആർ ഫോഴ്സ്ഡ് ടു ഡു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാനും അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏതും, അതിപ്പോ അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് വരെ കുട്ടി വളർന്നത് അടിച്ച് വളരുന്നില്ല. അതിനേക്കാളൊക്കെ ആ അമ്മയുടെ ആ സമയത്തുള്ള ഒരു ആസ്വാദനം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് മുല ചപ്പി കുടിക്കുമ്പോഴുള്ള ആ ഒരു തൃപ്തി അമ്മക്ക് വരുന്നത് അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ നോക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാത്തിലും നമ്മുടെ ഒരു സ്വന്തമായ ഒരു സന്തോഷം, തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ജോലി ചെയ്യുള്ളൂ, സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇല്ല. മറ്റുള്ളവർ ചെയ്യിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് പല ലെവലിലും പിന്നെ ഇതിനേക്കാളും ഉയർന്നു പോകാന്ന് തോന്നും. പക്ഷെ നമ്മൾക്ക് മടി പിടിച്ചിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് പോകുന്നത്? പോയില്ല, നമ്മൾ ഇതുപോലെ ഇരിക്കും. അറിയുമോ? ഏതായാലും ഈ ഫ്രീ വില്ലിനെ കുറിച്ച് ഒരു വലിയ ചർച്ച തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ വി ആർ ബോൺ ബൈ ടൈം. 8 മണിയായി. അതുകൊണ്ട് ഇത് നമ്മുടെ ഡെസ്റ്റിനിയാണ് ഇവിടെ നിർത്തേണ്ടത്, അല്ലെ? ഏതായാലും ഫ്രീ വിൽ ഉണ്ട്. ഏതായാലും ആഷാക്ക, എനിക്ക് തോന്നുന്നു നമുക്കിത്, ഞാൻ വിചാരിക്കുന്നത് ഫ്രീ വിൽ ഉണ്ടെന്നാണ്. അത് പറയപ്പെടുന്നത്. അതെ. ഏതായാലും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതം ഇനി എത്ര നല്ലതാക്കാൻ പറ്റുമോ നമ്മൾ പ്ലാൻ ചെയ്യാം. റെഗുലറായിട്ട് രാവിലെ യോഗയ്ക്ക് വരിക, പ്രാണായാമം ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പറ്റുന്നില്ല. അതാണ്, ദാറ്റ് ഈസ് അനദർ ഡെസ്റ്റിനി. അത് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. കണ്ടോ? അറിയോ? ശരി, അപ്പൊ നമുക്ക് ഇവിടെ നിർത്താല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. യോഗയ്ക്ക് മുടങ്ങാതെ വരാൻ ശ്രമിക്കാം അണ്ണാ. അതെ, എന്ത് നടന്നാലും രാവിലെ യോഗയ്ക്ക് വരാൻ നമുക്ക് പ്രയത്നിക്കാം. അതെനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും, അല്ലെ? ശരി, അത്ര ഒരു നല്ലൊരു ഡിസിഷനിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ 120ാമത്തെ ദിവസം ഓപ്പൺ ഡിസ്കഷൻ ക്ലോസ് ചെയ്യാം. എല്ലാവരും നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകളടയ്ക്കാം.
ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.